ഹായ് എവരിവൺ, പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള 43ാമത്തെ ക്ലാസ് ആണ് ഇന്ന് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആണ് പഠിക്കുന്നത്. അപ്പം വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ സോഷ്യൽ സയൻസ് തീർക്കും. ഇനി ഏകദേശം 7ഓളം ക്ലാസ്സുകൾ ഉണ്ടാകും. അതോടുകൂടി നമ്മൾ സോഷ്യൽ സയൻസ് തീരും. അതിന്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫിസിക്സ് പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്, അല്ലെ സയൻസ് പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. സയൻസിൽ ആദ്യം നിങ്ങൾക്ക് തന്നത് ചലനമാണ്. ചലനത്തിൽ ഇനി ഒരു വീഡിയോ കൂടി ബാക്കിയുണ്ട്. അത് നിങ്ങൾ നാളത്തേക്ക് പഠിച്ചു വെക്കുക. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ. പിന്നെ സോഷ്യൽ സയൻസ് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു തരാം, ഈ ചലനം എന്ന് പറയുന്ന ചാപ്റ്ററിൽ SCRT ടെക്സ്റ്റ് ബുക്കിൽ സ്പെഷ്യലായിട്ട് കൊടുത്തിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതായത് ആ വീഡിയോയിൽ ഞാൻ പറയാത്ത കാര്യങ്ങൾ SCRT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒരു വീഡിയോ ആക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്തു തരും. അതോടുകൂടി നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്ററിൽ, ചലനം എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ചെയ്താൻ പറ്റും. അതുപോലെ തന്നെ സോഷ്യൽ സയൻസ് ഇനി ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ SCRT പഠിച്ചു. SCRTയുമായി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും പഠിച്ചു. ഇനി നമുക്ക് പിന്നീട് നെക്സ്റ്റ് ഘട്ടത്തിൽ പഠിക്കാനുള്ളതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അതും കൂടെ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടെ പഠിപ്പിച്ചു തരും. അതോടുകൂടി നമ്മൾ എന്ത് ചെയ്യും, കേരള, കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യ, ഈ 3 ഭാഗങ്ങളും ക്ലിയർ ആക്കും. അതുപോലെ തന്നെ ഫിസിക്സും കെമിസ്ട്രിയും ക്ലിയർ ആക്കും. അതെല്ലാം ഈ മാസം നമ്മൾ ചെയ്യും. അടുത്ത മാസം നമ്മൾ റിവിഷനും ബയോളജിയും അതുപോലെ തന്നെ കറന്റ് അഫയേഴ്സും ആയിരിക്കും പഠിക്കുക. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞുപോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് ആര്? ഇത് ആരുടെ വാക്കുകളാണ് എന്നാണ് ചോദിച്ചത്. ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ആരാണ് പറഞ്ഞത്? ജവഹർലാൽ നെഹ്റു ആണ് ഇങ്ങനെ പറഞ്ഞത്. ഓക്കെ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞുപോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ് എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ്. എന്തിനെക്കുറിച്ചാണ്? ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ചാണ്. നെക്സ്റ്റ് നോക്കാം. ഗാന്ധിജി ഡൽഹിയിലെ പ്രാർത്ഥനാ യോഗ സ്ഥലത്ത് വെച്ച് ഗോഡ്സെയുടെ വെടിയേറ്റ് മരിച്ചത് എപ്പോൾ? ഗാന്ധിജി ഡൽഹിയിലെ പ്രാർത്ഥനാ യോഗ സ്ഥലത്ത് വെച്ച് ഗോഡ്സെയുടെ വെടിയേറ്റ് മരിച്ചത് എപ്പോഴാണെന്നാണ് ചോദിച്ചത്. 1948 ജാനുവരി മാസം 30-ാം തീയതി. ഓക്കെ, നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് 1947. 1948 തുടക്കത്തിൽ തന്നെ, ജാനുവരിയിൽ തന്നെ 30-ാം തീയതിയാണ് ഗാന്ധിജി ഗോഡ്സെയുടെ വെടിയേറ്റ് മരിക്കുന്നത്. നെക്സ്റ്റ് നോക്കാം. സർദാർ വല്ലഭായ് പട്ടേൽ സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറിയായി നിയമിച്ചത് ആരെ? സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. സർദാർ വല്ലഭായ് പട്ടേൽ സെക്രട്ടറിയായിട്ട് നിയമിച്ചത് മലയാളിയായിട്ടുള്ള VP മേനോനെയാണ്. ഓക്കെ, VP മേനോനെയാണ് സെക്രട്ടറിയായിട്ട് നിയമിച്ചത്. നെക്സ്റ്റ് നോക്കാം. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിനായിട്ട് ലയനക്കരാറ് തയ്യാറാക്കിയത് ആരാണെന്നാണ് ചോദിച്ചത്. ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലും മലയാളിയായിട്ടുള്ള VP മേനോനുമാണ് ലയനക്കരാർ തയ്യാറാക്കിയത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. താഴെ കൊടുത്തവയിൽ ലയനക്കരാറിൽ ഒപ്പുവെച്ച് ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ പെട്ടത് ഏത്? ഏതൊക്കെ നാട്ടുരാജ്യങ്ങളാണ് ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ചത് എന്നാണ് ചോദിച്ചത്. ഏതൊക്കെയാണ് കൊടുത്തത്? കാശ്മീർ, ജുനഗഡ്, ഹൈദരാബാദ്, ഇവയെല്ലാം എന്നതാണ് ആൻസർ. കാശ്മീറും ജുനഗഡും ഹൈദരാബാദും ഇന്ത്യൻ യൂണിയനിൽ ചേരാനായിട്ട് വിസമ്മതിച്ചിരുന്നു. നെക്സ്റ്റ് നോക്കാം. ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കാനായി നടത്തിയ സൈനിക നീക്കം അറിയപ്പെടുന്നത്? ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കാനായിട്ട് നടത്തിയ സൈനിക നീക്കം അറിയപ്പെടുന്നത് ഓപ്പറേഷൻ പോളോ എന്നാണ്. ഓക്കെ, ഓപ്പറേഷൻ പോളോ എന്നാണ് ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കാനായി നടത്തിയ സൈനിക നീക്കം അറിയപ്പെടുന്നത്. ഓപ്പറേഷൻ പോളോ. നെക്സ്റ്റ് നോക്കാം. ഫ്രാൻസിന്റെ അധീനതയിലുണ്ടായിരുന്ന പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, യാനം എന്നീ പ്രദേശങ്ങൾ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായ വർഷം? ആരുടെ അധീനതയിലാണ്? ഫ്രാൻസിന്റെ അധീനതയിലായിരുന്നു. ഏതൊക്കെ സ്ഥലങ്ങൾ? പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, കേരളത്തിലെ മാഹി, യാനം എന്നീ പ്രദേശങ്ങൾ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായ വർഷം ഏതാണെന്നാണ് ചോദിച്ചത്. ഏതാണ് ആൻസർ വരുന്നത്? 1954. ഓക്കെ, 1954 ഫ്രാൻസിന്റെ അധീനതയിലുണ്ടായിരുന്ന പ്രദേശങ്ങൾ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായത്. നെക്സ്റ്റ് നോക്കാം. പോർച്ചുഗലിന്റെ അധീനതയിലുണ്ടായിരുന്ന ഗോവ, ദാമൻ, ദിയു എന്നിവ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായ വർഷം? പോർച്ചുഗലിന്റെ ഭാഗമായിട്ടുള്ളത് 1961 ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായത്. എന്നാൽ ഫ്രാൻസിന്റേത് 1954
4-ലാണ്. നെക്സ്റ്റ് നോക്കാം. VP മേനോൻ ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റത് ഏത് വർഷം? VP മേനോൻ ഒറീസയിൽ ഗവർണറായിട്ട് ചുമതലയേറ്റിരുന്നു. അത് ഏത് വർഷമാണെന്നാണ് ചോദിച്ചത്. 1952-ലാണ്. ഓക്കെ, 1952. നെക്സ്റ്റ് നോക്കാം. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവ്. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവ് ആരാണ്? മലയാളിയായിട്ടുള്ള VP മേനോനാണ്. ഓക്കെ, VP മേനോന്റെ ഗ്രന്ഥങ്ങളാണ് ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്. നെക്സ്റ്റ് നോക്കാം. VP മേനോന്റെ ജന്മസ്ഥലം. VP മേനോന്റെ ജന്മസ്ഥലം എവിടാണ്? ഒറ്റപ്പാലമാണ്. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണ് VP മേനോൻ ജനിച്ചത്. ഇതെല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ലിങ്കിൽ പോയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും മറന്നുപോകില്ല. അതുകൊണ്ടാണ് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ തന്നത്. നെക്സ്റ്റ് നോക്കാം. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ച വർഷം. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. ഏത് വർഷമാണ്? 1946 1946 ഡിസംബർ 6-നാണ് ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. നെക്സ്റ്റ് നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് എപ്പോൾ എന്നാണ് ചോദിച്ചത്. രൂപീകരിച്ചത് 1946 ഡിസംബർ 6. പ്രഥമ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9-നാണ്. ഡിസംബർ 6-ന് രൂപീകരിച്ചു. ഡിസംബർ 9-ന് പ്രഥമ സമ്മേളനം നടന്നു. നെക്സ്റ്റ് നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിലെ അധ്യക്ഷൻ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിലെ അധ്യക്ഷൻ ആരായിരുന്നു? സച്ചിദാനന്ദ സിൻഹയായിരുന്നു. ഓക്കെ, താൽക്കാലിക അധ്യക്ഷനായിരുന്നു സച്ചിദാനന്ദ സിൻഹ. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിലെ അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹയായിരുന്നു. താൽക്കാലിക അധ്യക്ഷനായിരുന്നു അദ്ദേഹം. നെക്സ്റ്റ് നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരാധ്യക്ഷനായത് പിന്നീട് ആരാണ്? സച്ചിദാനന്ദ സിൻഹ താൽക്കാലിക അധ്യക്ഷനായിരുന്നു. എന്നാൽ സ്ഥിരാധ്യക്ഷനായത് രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഓക്കെ, രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു സ്ഥിരാധ്യക്ഷനായത്. നെക്സ്റ്റ് നോക്കാം. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായി നിയമിച്ചത് ആരെ? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായി നിയമിച്ചത് ആരെയാണ്? BR അംബേദ്കറെയാണ്. ഓക്കെ, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായി നിയമിച്ചത് BR അംബേദ്കർ. നെക്സ്റ്റ് നോക്കാം. 1920-ലെ കോൺഗ്രസിന്റെ നാഗ്പൂർ സെക്ഷനിൽ അധ്യക്ഷത വഹിച്ചത് ആര്? 1920-ലെ കോൺഗ്രസിന്റെ നാഗ്പൂർ സെക്ഷനിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? C. വിജയരാഘവാചാര്യറാണ്. ഓക്കെ, C. വിജയരാഘവാചാര്യറാണ് 1920-ലെ കോൺഗ്രസിന്റെ നാഗ്പൂർ സെക്ഷനിലെ അധ്യക്ഷത വഹിച്ചത്. നെക്സ്റ്റ് നോക്കാം. ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത് എപ്പോൾ? ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത് എപ്പോൾ എന്നാണ് ചോദിച്ചത്. 1950 ജാനുവരി മാസം 26-ാം തീയതിയാണ്. ഓക്കെ, ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത് 1950 ജാനുവരി 26. ഡേറ്റുകളെല്ലാം പഠിച്ചു വെക്കുക. ഇമ്പോർട്ടന്റ് ഡേറ്റുകളാണ്. ഇന്ന് പഠിപ്പിച്ച എല്ലാ ഡേറ്റുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങൾ ഡേറ്റുകൾ വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളൊന്ന് റെക്കോർഡ് ചെയ്ത് വെക്കുക. മൊബൈലിൽ റെക്കോർഡ് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് കേൾക്കാൻ ശ്രമിക്കുക. നെക്സ്റ്റ് നോക്കാം. തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യവുമായി നിരാഹാര സമരം തുടങ്ങിയത് ആര്? തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യവുമായി നിരാഹാര സമരം തുടങ്ങിയത് ആര്? പോട്ടി ശ്രീരാമല്ലു ആണ് തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യവുമായി നിരാഹാര സമരം തുടങ്ങിയത്. നെക്സ്റ്റ് നോക്കാം. തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിച്ച വർഷം. ആന്ധ്ര സംസ്ഥാനം രൂപീകരിച്ച വർഷമാണ് ചോദിച്ചത്. 1953. 1953-ലാണ് ആന്ധ്ര സംസ്ഥാനം രൂപീകരിച്ചത്.
നെക്സ്റ്റ് നോക്കാം. താഴെ കൊടുത്തവയിൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങളിൽ പെട്ടത്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങളിൽ പെട്ടത് ആരൊക്കെയാണെന്നാണ് ചോദിച്ചത്. ആരൊക്കെയാണ് കൊടുത്തത്? HN കുൻസ്രു, ഫസൽ അലി, KM പണിക്കർ, മലയാളിയായിട്ടുള്ള KM പണിക്കർ, ഫസൽ അലി, HN കുൻസ്രു എന്നിവരാണ് കൊടുത്തത്. ഇവരെല്ലാം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങളായിരുന്നു. ഓക്കെ, ആരൊക്കെയാണ്? ഫസൽ അലി, KM പണിക്കർ, HN കുൻസ്രു. അപ്പം മലയാളിയായിട്ടുള്ളത് ആരാണ്? KM പണിക്കരാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഫസൽ അലിയായിരുന്നു. ഓക്കെ, ഫസൽ അലിയായിരുന്നു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ. ആരാണ്? ഫസൽ അലി. നെക്സ്റ്റ് നോക്കാം. വിഭജന കാലത്തെ സംഭവങ്ങളെ ആസ്പദമാക്കി നിർമ്മിച്ച മേഘേ ദാക്കദാര എന്ന ചിത്രം ആരുടേതാണ്? മേഘേ ദാക്കദാര എന്ന ചിത്രം ആരുടേതാണ് എന്നാണ് ചോദിച്ചത്. ഹൃതിക് ഘട്ടക്കിന്റെ ചിത്രമാണ് മേഘേ ദാക്കദാര. ഓക്കെ, ഹൃതിക് ഘട്ടക്കിന്റെ ചിത്രമാണ് മേഘേ ദാക്കദാര. ആരുടേതാണ്? ഹൃതിക് ഘട്ടക്. നെക്സ്റ്റ് നോക്കാം. വിഭജന കാലത്തെ സംഭവങ്ങളെ ആസ്പദമാക്കി നിർമ്മിച്ച ഗരം ഹവ എന്ന ചിത്രം ആരുടേതാണ്? ഗരം ഹവ എന്ന ചിത്രം ആരുടേതാണ് എന്നാണ് ചോദിച്ചത്. MS സത്യുവിന്റെ ചിത്രമാണ് ഗരം ഹവ. ഓക്കെ, ഗരം ഹവ എന്ന് പറയുന്നത് MS സത്യുവിന്റെ ചിത്രമാണ്. നെക്സ്റ്റ് നോക്കാം. വിഭജന കാലത്തെ സംഭവങ്ങളെ ആസ്പദമാക്കി നിർമ്മിച്ച ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന ചിത്രം ആരുടേതാണ്? ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന ചിത്രം ആരുടേതാണ് എന്നാണ് ചോദിച്ചത്. പമേല റൂക്സിന്റെ ചിത്രമാണ് ട്രെയിൻ ടു പാകിസ്ഥാൻ. പമേല റൂക്സിന്റെ ചിത്രമാണ് ട്രെയിൻ ടു പാകിസ്ഥാൻ. ഈ സിനിമകളെല്ലാം പഠിച്ചു വെക്കുക, ചോദിക്കാൻ സാധ്യതയുണ്ട്. SCRT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തതാണ്. അതുകൊണ്ട് എല്ലാ ചിത്രങ്ങളും പഠിച്ചു വെക്കുക, അത് ആരുടേതാണെന്നും പഠിച്ചു വെക്കുക. നെക്സ്റ്റ് നോക്കാം. വിഭജന കാലത്തെ സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ള തമസ് എന്ന ചിത്രം ആരുടേതാണ് എന്നാണ് ചോദിച്ചത്. തമസ് എന്ന ചിത്രം ആരുടേതാണ് എന്നാണ് ചോദിച്ചത്. ഗോവിന്ദ് നിഹലാനിയുടേതാണ് തമസ് എന്ന് പറയുന്ന ചിത്രം. ഓക്കെ, തമസ് എന്ന് പറയുന്ന ചിത്രം ഗോവിന്ദ് നിഹലാനിയുടേതാണ്. നെക്സ്റ്റ് നോക്കാം. ഇന്ത്യയിൽ ആദ്യ പൊതു തിരഞ്ഞെടുപ്പിന് തുടക്കം കുറിച്ച വർഷം. ഇന്ത്യയിൽ ആദ്യ പൊതു തിരഞ്ഞെടുപ്പിന് തുടക്കം കുറിച്ച വർഷമാണ് ചോദിച്ചത്. 1951 ആൻസർ. ഓക്കെ, ഇന്ത്യയിൽ ആദ്യ പൊതു തിരഞ്ഞെടുപ്പിന് തുടക്കം കുറിച്ച വർഷം 1951. നെക്സ്റ്റ് നോക്കാം. 1956 എത്ര സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് രൂപം കൊണ്ടത്? 1956 എത്ര സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് രൂപം കൊണ്ടത് എന്നാണ് ചോദിച്ചത്. 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് 1956 രൂപം കൊണ്ടത്. ഓക്കെ, 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് പഠിക്കാനുള്ളത്. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. വീണ്ടും വീണ്ടും പറയാണ്, ഇന്ന് പഠിക്കുന്നത് മാത്രമല്ല നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഇന്നലെ പഠിച്ചതും അതിന്റെ മുന്നേ പഠിച്ചതും 2 ദിവസം പഠിച്ചതെല്ലാം പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ റിവിഷൻ ചെയ്യുന്നുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. ആദ്യ ക്ലാസ് മുതലുള്ളതെല്ലാം റിവിഷൻ ചെയ്യുക. റിവിഷന് വേറൊരു ടൈം തരും, പക്ഷെ ഇപ്പം ചെയ്യാൻ പറ്റുന്ന അത്രയും നിങ്ങൾ ചെയ്യുക. കാരണം റിപ്പീറ്റ് ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടും കാര്യമില്ല. എക്സാമിന് നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. എല്ലാം പഠിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളോട് മറന്നുപോകും. അതെല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. മറന്നു പോകുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏറ്റവും സിലബസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കുക. അത് വീണ്ടും 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 റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ സയൻസിൽ ചലനം എന്ന് പറയുന്ന ചാപ്റ്റർ, ചലനം ബലം എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരു വീഡിയോ കൂടെ ചെയ്യാനുണ്ട്. അത് ഇന്ന് നിങ്ങൾക്ക് പഠിക്കാൻ തരാം. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. താങ്ക്